ഹലോ, ആറ്റ്ലസ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. ഇവള് കുഞ്ഞാറ്റ അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ്. അതായത് ആക്രിലിക് കൊണ്ട് എങ്ങനെ ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതായത് ഈ പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ക്യാൻവാസ് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് ക്ലോത്ത് വാങ്ങിയിട്ട് എങ്ങനെയാണ് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക, എന്നിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത ബോർഡ് അല്ലെങ്കിൽ ക്യാൻവാസ് ബോർഡ് വാങ്ങണം, അല്ലെങ്കിൽ ഫ്രെയിംഡ് ബോർഡ് വാങ്ങണം. അപ്പോൾ അത് ആകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവും. ഇതാകുമ്പോൾ നമുക്ക് വേണ്ട പോലെ വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ, അതായത് ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ അടിച്ചെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റിങ് ചെയ്യാൻ ഏറ്റവും ആദ്യം ആവശ്യമുള്ളത് പാലറ്റ് നൈഫാണ്. അത് 2ഉം 4ഉം സൈസാണ്. പിന്നെ ഫ്ലാറ്റ് ബ്രഷ്, ഇത് രണ്ട് കമ്പനീൻ്റെ അതിനെക്കൊണ്ട് 1/2 തന്നെയാണ് സൈസ്. പക്ഷേ രണ്ടും 2 സൈസിലാണ് വരുന്നത്. പക്ഷേ രണ്ടും 1/2 തന്നെയാണ്. അപ്പോൾ രണ്ട് കമ്പനീൻ്റെ അതിനെക്കൊണ്ടുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ എന്താണ് കളർ തിയറിയും കളർ വീലൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം കളർ തിയറി ഇത് പറഞ്ഞപ്പം ഹാർമോണിയസ് കളേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പം 3 ഹാർമോണിയസ് കളേഴ്സ്, അതായത് പേർപ്പിൾ ബ്ലൂ ആ ഒരു കളർ റേഞ്ചും ഉള്ള കളേഴ്സാണ് എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പെയിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ബ്ലൂ ഇത് എഴുതി കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ബ്ലൂ വേണമെങ്കിലും എടുക്കാം, അങ്ങനെ ഇന്ന ബ്ലൂ എന്നൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അത് 2 രീതിയിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിനെ പാലറ്റിലേക്ക് എടുത്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ നമുക്ക് പെയിൻറ്റിനെ ഡയറക്റ്റ് ക്യാൻവാസിലാക്കിയിട്ട് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ 2 രീതിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് രീതി. അപ്പം ജസ്റ്റ് നൈഫിൽ പെയിൻറ്റ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ ഈ ഇതിലൊക്കെ ബ്രെഡിലൊക്കെ ബട്ടർ തേക്കുന്നവർ ഇങ്ങനെ തേച്ചാൽ മതി. വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. എന്നിട്ട് അതിനെ ഗ്രാജുവലി നല്ലതായിട്ട് ഈവണായിട്ട് എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പം ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, പല കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഒരേ കളർ യൂണിഫോമിറ്റി ഒന്നും ഇവിടെ വേണ്ട. വെച്ചാൽ ഇത് ആകാശം എന്നാണ് ഇതാക്കുന്നത്. നിങ്ങൾ പെയിൻറ്റിങ് ഓൾറെഡി ആദ്യം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആകാശമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പല കളറുകൾ മിക്സ് ചെയ്യാം. അപ്പം ഡാർക്കും ലൈറ്റും ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ആകാശത്തിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആകാശാനെ കൊണ്ട് നമ്മൾ ഹോറിസോണലിയാണ് പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി അത് കഴിഞ്ഞ് ജസ്റ്റ് ആ ബ്ലൂവിനെ താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. താഴെ ആ ചെടിയും ഗ്രാസൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ആ ബ്ലൂവിനെ താഴോട്ട് പെയിൻറ്റ് ബ്രഷിൽ കുറച്ച് വെള്ളമാക്കിയിട്ട്, ആക്രിലിക് പെയിൻറ്റിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് താഴോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ തിക്നെസ് വേണമെന്നില്ല. ജസ്റ്റ് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് താഴോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഹാർമോണിയസ് കളേഴ്സിന് തന്നെ അടുത്ത 3 സെറ്റ്, അതായത് ബ്ലൂ ഗ്രീൻ ഇതെടുത്തിട്ടാണ് നമ്മൾ താഴത്തെ ഏരിയ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതിക്ക്. നമുക്ക് ഡയറക്റ്റ് ക്യാൻവാസിലേക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, സ്പ്രെഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇനി അത് സ്പ്രെഡ് ചെയ്യുക. ഇത് കണ്ടോ, വേർട്ടിക്കലിയാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്, ഗ്രാസിന് സ്പ്രെഡ് ചെയ്തത്. ആകാശം വന്നപ്പോൾ നമ്മൾ ഹോറിസോണലിയാണ് ചെയ്തത്, ഗ്രാസ് വന്നപ്പോൾ നമ്മൾ വേർട്ടിക്കലിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്തേ കുറച്ച് മാത്രം എടുത്ത് ഇത്രയും ഏരിയ കവർ ചെയ്യാനല്ലേ? ഇതിപ്പോൾ ഡാർക്കർ ഷെയ്ഡ് ഗ്രീനല്ല എടുത്തിരിക്കുന്നത്. ഇനി ലൈറ്റർ ഷെയ്ഡ് ഗ്രീൻ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. അതുകൊണ്ടാണ് അത് ചെയ്യാൻ. അല്ലെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് ഗ്രീൻ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടേ? ഇപ്പോൾ ഇവിടെ ഫ്ലവർ പേർപ്പിൾ കളറായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പേർപ്പിളിന് ഇതാക്കാൻ വെച്ചാൽ ബാക്കിലോട്ടുള്ള ഫ്ലവേഴ്സിനും ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്, കളർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേർപ്പിളും ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഏരിയയിൽ. ഇനി ലൈറ്റ് ഗ്രീൻ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് എല്ലാ കളറും കുറച്ചായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നൈഫ് കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക, അല്ലാണ്ട് നല്ല മറ്റേ സ്മൂത്ത് യൂണിഫോം ബ്ലെൻഡ് ഒന്നും വേണ്ട. രണ്ട് കളറിനെയും ജസ്റ്റ് നൈഫ് കൊണ്ട് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ലൈറ്റ് ഗ്രീൻ മാത്രമല്ല, കുറച്ച് ഡാർക്ക് ഗ്രീനൊക്കെ ഇനിയും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. കാരണം ആ ഒരു ചെടികളെ ആ ഒരു കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡാർക്കും ലൈറ്റും കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഇഫക്റ്റ് നിങ്ങൾ വരുത്തണം. ഇനി കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ലൈറ്റ് നമ്മൾ ആകാശത്തിന് വെള്ളം ആഡ് ചെയ്ത പോലെ തന്നെ ഈ താഴെ ആഡ് ചെയ്യുക. പക്ഷേ ആകാശത്തിന് ആഡ് ചെയ്ത പോലെയല്ല, ആകാശത്തിന് നമ്മൾ ഹൊറിസോണലി അല്ലേ നൈഫിൻ്റെ എൻഡിൽ എടുത്തിട്ടാണ് ചെയ്തത്. ഇത് ജസ്റ്റ് നൈഫിൻ്റെ ടിപ്പിലെടുത്തിട്ട് ആ ഒരു റൗണ്ട് ടിപ്പിൽ മാത്രം എടുത്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. ടിപ്പിൽ മാത്രമേ വൈറ്റ് എടുക്കണ്ടുള്ളൂ, നൈഫിൻ്റെ ബോഡിയിലേക്ക് ആക്കണ്ട. ഇനി അത് കഴിഞ്ഞ് ജസ്റ്റ് ആകാശം കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ആയിട്ട് മിക്സ് ആയിപ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈറ്റായിട്ട് ഇതായി കൊടുക്കുക. ഇനിയിപ്പോൾ താഴെ ഗ്രാസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഫ്ലവേഴ്സ്, മുന്നിലുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലായിരിക്കും, ബാക്കിൽ ഫ്ലവേഴ്സ് പോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ പേർപ്പിൾ ഫ്ലവർ എടുത്തതിനെ കൊണ്ട് പേർപ്പിളിനെ കുറച്ചും കൂടി അതേപോലെ തന്നെ ആക്കിയിട്ട് നൈഫിൻ്റെ അറ്റത്ത്, അപ്പോൾ ചെറിയ നൈഫ് എടുത്തിട്ട് ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് മാത്രം കളറാക്കിയിട്ട് ചെയ്യുക, അതിൻ്റെ ബോഡിയിലേക്ക് ആക്കരുത്. ബോഡിയിലേക്ക് ആക്കി അത് വര പോലെ വരും. ജസ്റ്റ് ടിപ്പിൽ മാത്രം പെയിൻ്റ് എടുത്തിട്ട് ഇതാക്കുക. ഫ്ലവേഴ്സ് ഏകദേശം ഒരു ലെയർ, അതിൻ്റെ ഒറ്റ ലെയർ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് ഇതേ നൈഫിൻ്റെ ബോഡിയിലേക്ക് കുറച്ച് സൈഡിൽ മാത്രം കുറച്ച് പെയിൻ്റ് എടുത്തിട്ട് വൈറ്റ് ലൈൻ, അതായത് ആ തണ്ടിൻ്റെ പ്ലാന്റിൻ്റെ തണ്ട് പോലെ അങ്ങനെ ജസ്റ്റ് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഒരു ലെയറേ ചെയ്തിട്ടുണ്ടായുള്ളൂ. ഇനി അടുത്ത ലെയർ എന്ന് പറയുമ്പം കുറച്ച് പെർപ്പിളിൻ്റെ കൂടെ കുറച്ച് നല്ലപോലെ വൈറ്റ് ആഡ് ചെയ്യുക. ചെറിയൊരു ലൈറ്റ് പേർപ്പിൾ കളർ കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഡാർക്ക് പേർപ്പിൾ അടിച്ചു കൊടുത്തിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഫ്ലവറിന് ഹൈലൈറ്റിംഗ് ആണ്, അപ്പോൾ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ പെയിൻറ്റിങ് റെഡിയായി. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു ദിവസം ഡ്രൈ ആക്കാൻ ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഗ്ലൂ, അതായത് ഫേബ്രിക് ഗ്ലൂവും ഗ്ലിറ്റർ ഗ്ലൂവും പേർപ്പിൾ ഗ്ലിറ്റർ ഗ്ലൂവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഈ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഫ്ലവേഴ്സിന്. അതങ്ങനെ ഒറ്റയടിക്കാണോ വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ അതൊന്ന് സ്പാർക്കിൾ ചെയ്യും. അപ്പോൾ സ്പാർക്കിളിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ.